ഫ്രീ ആവുന്നതിന് മുമ്പ് നമുക്ക് ശ്രേണത ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാനൊരു വട്ടം ഏതോ തൃശ്ശൂരിൽ നിന്നാണോ എനിക്ക് അല്ല കാലിക്കറ്റ് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ലോകത്തിൽ എന്ത് കേസ് നടന്നാലും ആ കേസിലൊക്കെ കുണ്ടനുണ്ടാവും അനുഭവം. അപ്പൊ കുണ്ടന്റെ കുറച്ച് അനുഭവങ്ങൾ നമ്മൾ കേട്ടു നോക്കിയാലോ? ഒന്ന് കേട്ടു നോക്കാം അല്ലേ? കേൾക്ക്. ഫ്രീ ആവുന്നതിന് മുമ്പ് നമുക്ക് ശ്രേണത ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഞാനൊരു വട്ടം ഏതോ തൃശ്ശൂരിൽ നിന്നാണോ എനിക്ക് അല്ല കാലിക്കറ്റ് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നാണോന്ന് അറിയില്ല, തൃശ്ശൂരിൽ നിന്നാണോ എനിക്ക് അല്ല കാലിക്കറ്റ് വരുന്ന സമയത്ത് KSRTC ബസ്സിൽ വരുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്നാണോന്ന് അറിയില്ല, കാലിക്കറ്റിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് തൃശ്ശൂർ കാലിക്കറ്റ്. അപ്പൊ ഈ തൃശ്ശൂർ വടക്കഞ്ചേരിയൊക്കെ ആയിട്ടായിരിക്കും കാലിക്കറ്റ് വരുന്നത്. എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ചു പറയന്റെ പൊന്ന് നായിന്റെ മോനെ ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിക്കല്ലേ ജി. എന്ത് കുണ്ടനാച്ചി എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ പക്ക ശിഖണ്ഡിയുടെ മാതിരി. ഒന്ന് സ്റ്റിൽ ചെയ്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഒന്ന് താനി ശിഖണ്ഡി. എന്നിട്ട് അവൻ്റെ ആ പണ്ട് മറ്റേ ഈ ഹിന്ദി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? മറ്റേത് കണ്ടിട്ടുണ്ടോ? ഹിന്ദിയിൽ പണ്ട് ഒരു നാടകം പോലെയൊക്കെ ദൂരദർശനിൽ വന്നിരുന്നു, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ശരിക്കും ഇതന്നെ അവസ്ഥ. വായ പൊളിച്ച നുണ പറയാനല്ലാതെ ഈ നായിൻ്റെ മോൻ എന്തിനാ അങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും? പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്നെ ഈ സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ മാന്യമായിട്ടാണ് എനിക്ക് KSRTC ആൾക്കാർ എന്നെ അവിടെ ഇറക്കി തന്നത്. ഓ, വളരെ മനക്ക് അവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ മാന്യമായിട്ട് ഒരാണല്ലോ നായേ ഈ ഒറ്റ വെച്ച് കഴിഞ്ഞാൽ നിർത്തുമല്ലോ. അപ്പം വാഷ്റൂമിൽ പോകാനാണെങ്കിൽ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ KSRTCക്കാർ നിർത്തി കൊടുക്കും. അത് എല്ലായിടത്തും ചെയ്യണത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെ തിരിച്ച് എനക്കൊരു അനുഭവം ഉണ്ടായത്. എനിക്ക് തൂറാൻ മുട്ടിയിട്ടാണെങ്കിൽ പറയണ എടോ തൂറാൻ മുട്ടണമെന്ന് പറഞ്ഞാൽ പോരെ, യാണല്ലേ എനിക്ക് അതിനെന്ത് പ്രശ്നം? തിരിച്ച് ഭയങ്കര ഇതൊക്കെ ആയിട്ട് ശ്രേണത ഉണ്ടായിട്ട് എന്ത് ശ്രേണത ഉണ്ടാണ് എനിക്ക്? എന്തുണ്ടാവുന്ന സമയത്ത് തൃശ്ശൂരാണ്. എന്നിട്ട് കാലിക്കറ്റിൽ നിന്ന് വരുമ്പോൾ തൃശ്ശൂർക്ക് എന്താണ്, തൃശ്ശൂരിൽ നിന്നും കാലിക്കറ്റിൽ നിന്നും ഒരുമിച്ച് അല്ലേ? എന്താ എൻ്റെ ഉദ്ദേശം? ഫുള്ള് നുണ പറഞ്ഞ് ജീവിക്കാൻ തന്നെ. വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഓൾറെഡി എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എന്നെ ഈ സ്ഥലത്ത് ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ വളരെ പേടിയാ. എന്തിന്? എനിക്കെന്തിന് പേടി? യാണല്ലേ പെണ്ണറ്റാ കള്ള നായി എൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അജ്ജി പിടിച്ചിട്ട് അവരെ സൈക്കിളെ വിട്ടി വിടുക എന്നല്ലാതെ പിന്നെ എനിക്കെന്തൊരു പേടി? മാന്യമായിട്ടാണ് എനിക്ക് KSRTC ആൾക്കാർ എന്നെ അവിടെ ഇറക്കി തന്നിട്ടാണ് അവർ പോയത്. അപ്പോ വളരെ നേരെ ചൊവ്വ പറഞ്ഞ് പഠിക്കണം. ഇങ്ങനെ എന്തിനാ നാട്ടുകാരടുത്ത് വന്നിട്ട് ഈ പറയുന്നത്? എൻ്റെ വായിൽ ഇപ്പോഴും ഒരു വഴുവഴുപ്പുണ്ടോ? ഒരു സംശയം, ഒരു വഴുവഴുപ്പ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടോ? അന്നെ പേടിച്ചിട്ടാണല്ലോ ആ കുണ്ടം നടക്കുന്നത്. ഇതൊരാണാണല്ലോ, അതുകൊണ്ട് ഇത് നല്ല ഇടിക്കണ്ടവനെ. അതുകൊണ്ട് അവൻ പേടിച്ചിട്ട് അവൻ ഇപ്പം കണ്ടോ ആ മറ്റേ നമ്മളെ മരിച്ചുപോയി സാഗർ റിയാസോ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ചുണ്ടിൽ വിരിഞ്ഞ് വിൽക്കും നീലകാജാബീഡികൾ അതുപോലെ ആക്കിയിട്ട് പല്ലൊക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് നടക്കുന്നുണ്ട് അല്ലേ? എന്താ ഇപ്പം നിങ്ങളുടെ ഉദ്ദേശം? ആ നല്ലത് പറഞ്ഞാൽ ഓഫ്കോഴ്സ് അവർ കേൾക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുക്കളയിലാക്കി കൊടുത്തിട്ടാണ് KSRTCക്കാർ പോയത്. അവർക്ക് അതാണല്ലോ പണി, ഈ കൊണ്ടൻ്റെ പിന്നാലെ നടക്കലും. അതിൻ്റെ വായ പൊളിച്ചെന്നോണെ അല്ലാതെ പറയില്ല. അപ്പോ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് അവര് കേൾക്കും. ഒരു ധാർഷ്ട്യത്തിൽ പറഞ്ഞതുകൊണ്ടായിരിക്കും. എന്താണ് അതെ, തൂറിൽ മനസ്സിലായിട്ടുണ്ടാവില്ല അവർക്ക് തൂറിനെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് കപ്പിയിടണമെന്ന് പറഞ്ഞാൽ തൂറിനെന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് അതെ, സ്ത്രീകളെ എവിടെ ചൊറിയണമെന്ന് രാത്രിയിലാണെന്ന് തോന്നുന്നു. അതെ, പുറത്തൊക്കെ നിർത്തി കൊടുക്കണമെന്ന് നിയമമുണ്ട്. പൊന്നു നായിന്റെ മോനെ ഇങ്ങനെ വായ പൊളിച്ചെന്നാണ് പറയല്ലേ? എന്തെങ്കിലും വേറെന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതാക്കി എല്ലാത്തിലും പോയിട്ട് ചെറു തലടല്ലേ? ഒരു മയില് എല്ലാരും പറയുന്നുണ്ട് സ്ത്രീകൾ എവിടെ നിർത്തണം എന്ന് രാത്രിയിലാണ് അത് നിർത്തണമെന്ന് പറഞ്ഞാല് കൊടുക്കണമെന്ന് നിയമമുണ്ട്. ഇതേ ലോകത്തിൽ ആ ഷിയാസ് കരീമിന് എന്തോ പറഞ്ഞപ്പോൾ ഷിയാസ് കരീമും ഇന്നെ പീഡിപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഇവന് എല്ലാത്തിലും ഓടിച്ചെന്നിട്ട് മറ്റെന്താണ് അമേരിക്കൻ ഇറാനും ഇസ്രായേലും കൂടി യുദ്ധത്തിൻ്റെ ഇടയിൽ ഇസ്രായേൽ പണ്ട് ഇവനെ പീഡിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റില്ലാന്ന് കണ്ടപ്പോൾ അമേരിക്ക ട്രംപ് ഇവനെ വളക്കാൻ നോക്കിയെന്ന് പറഞ്ഞു. അതും ഏറ്റില്ലാന്ന് കണ്ടപ്പോൾ ഇറാന് പണ്ട് എന്നോട് അവിടെ നിന്ന് പറഞ്ഞിട്ട് കടലിൽ ചാടിക്കഴിഞ്ഞാൽ കടലിൽ നിന്ന് കൊല്ലും.
ഇങ്ങനെ ഒരു മൈരൻ ഇങ്ങനെ സത്യം പറയട്ടെ ഈ ശിഖണ്ഡി നായനെ കാണുമ്പോൾ തന്നെ അന്നത്തെ ദിവസം പോക്ക ചേറ്റ